ഹലോ ഫ്രണ്ട്സ്, അപ്പം വെൽക്കം ബാക്ക് ടു JNJ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു കമ്മലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമ്മൾ ഇതേപോലെ കുറേ എണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഹാങ്ങിങ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലെ ചെറിയ ബീഡിൻ്റെ ലേസ് ഉണ്ടെങ്കിൽ അതെടുക്കാം. എന്നിട്ട് നമുക്ക് അതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ അടുത്ത വീഡിയോയിൽ ഒരു ബീഡ്സിൻ്റെ കാണിച്ചു തരാം, ഇന്ന് തന്നെ ഇടാം. അപ്പോൾ ആ ഒരു ബീഡ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഇതേപോലെ രണ്ടായിട്ട് മുറിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഉള്ള ഏത് ബീഡ് വേണമെങ്കിലും, ഇപ്പോൾ ആ മൾട്ടി കളറിലുള്ളതോ അല്ല പേസ്റ്റൽ ബീഡ്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് അങ്ങനത്തെ ബോയ് ഏത് വേണമെങ്കിലും എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് കോർത്തെടുത്തിട്ട് നമ്മളിതെങ്ങനെയാണ് ടൈ ചെയ്യുന്നതെന്നാണ് ഇനി നോക്കുന്നത്. അപ്പം ടൈ ചെയ്യുമ്പോൾ കാതയിലും കുത്താൻ പാടില്ല, ബൾജ് ചെയ്ത് നിൽക്കാനും പാടില്ല, നല്ല ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയാണ് നമ്മളിത് കാണിക്കുന്നത്. ഇതേപോലെ നമ്മൾ ഉള്ളിൽ കൂടെ കയറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല വൃത്തിക്കിരിക്കണം, കമ്മലോടുകൂടി ചേർന്ന് അങ്ങനെ. അപ്പോൾ അതേപോലെ നമ്മളത് കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. രണ്ട് എണ്ണവും കൂട്ടി പിടിച്ച് ഗിയർ വയറിൻ്റെ ഇത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഏത് ഗിയർ വയർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഗോൾഡനോ സിൽവറോ, നമ്മൾ കാണത്തില്ലല്ലോ. ഇതേപോലെ നമുക്ക് നന്നായി ടൈറ്റാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു ഹോളിൽ കൂടെ കയറ്റാം. അപ്പോൾ കയറ്റി കഴിയുമ്പോൾ നമുക്ക് ആ ഫിനിഷിങ് ലുക്ക് കിട്ടും, നന്നായിട്ട് ചേർന്നിരുന്നോളൂ ഇതേപോലെ. അപ്പോൾ ഇതിൻ്റെ അടുത്ത പെയറും കൂടെ നമുക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.